അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ ഇപ്പോൾ ചീര ഉണ്ടാകുമല്ലേ. അപ്പോൾ ചീര ഹെൽത്തിനും നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാനും ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീര കുനുകുനാന്നരിഞ്ഞു, എന്നിട്ട് ഒരു സവാളയും പിന്നെ നമ്മളുടെ തേങ്ങ ചിരകിയതും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടാണ് ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. പല നാട്ടിലും പല രീതിയിലാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് അല്ലേ. ഇത് തലശ്ശേരിക്കാർ ഇങ്ങനെയാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നന്നായിട്ട് ഇതിങ്ങനെ കുഴച്ച് മിക്സ് ആക്കണം. എന്നിട്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ ചീര നമ്മൾ ഇടുന്നത്. എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ചീര വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കടുക് അങ്ങനെ പൊട്ടിത്തുടങ്ങാണ്. പൊട്ടട്ടെ. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ടു, കറിവേപ്പിലയും ഇട്ടു. ഇനി നമ്മളുടെ ചീര നന്നായിട്ട് കുഴച്ച് വെച്ചത് ഇടും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ചീരത്തോരൻ വെക്കുന്നത്? അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ചീര മൂടി വെച്ച് വേവിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ചീരയിൽ സവാള ഇടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ തലശ്ശേരിക്കാർ സവാള ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണല്ലോ ചീര. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.